ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡിഗ്രി അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഹെൽപ്പാകും എന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ +2 കഴിഞ്ഞിട്ടാണ് ഡിഗ്രി പല യൂണിവേഴ്സിറ്റിയുടെ MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ്, കേരള, കണ്ണൂർ പല യൂണിവേഴ്സിറ്റിയുടെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. ഇതിനൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ +2 ഇന്ന സ്ട്രീമാണ് പഠിച്ചത്, ലൈക്ക് കൊമേഴ്സ്, സയൻസ്, അങ്ങനെ പല സ്ട്രീമുകളുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സ്ട്രീം പഠിച്ച് എനിക്ക് ഡിഗ്രി അഡ്മിഷന് ഇന്ന ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പം ഇത് ഇപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു കോഴ്സും അതിൽ കാണാം. നിങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക് ഇഷ്ടമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് എലിജിബിലിറ്റി, ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടാവണം, എന്താണ് യോഗ്യത എന്നും നിങ്ങൾക്ക് ഇതിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ആൽഫബറ്റിക് ഓർഡറിൽ ലിസ്റ്റ് കൊടുത്തേക്കുന്നതാണ്. അപ്പം പല കോഴ്സുകൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ഇതിൽ പറയുന്നത് ബി ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ മോഡൽ 3 എന്ന് പറയുന്ന കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി പറഞ്ഞേക്കുന്നത് എന്താണ്, ഷാൽ ബി റിക്വയർഡ് ടു പാസ് +2, അതായത് +2 പാസ്സായാൽ മതി, ഇത്ര % മാർക്ക് വേണമെന്ന് പറയുന്നില്ല, +2 പാസ്സായാൽ മതി. +2 അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള കോഴ്സ്, ഇനി അതും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഏതെങ്കിലും ഒരു കോഴ്സ്. യൂണിവേഴ്സിറ്റി എന്ന് ഇവിടെ പറയുന്നത് ഇപ്പോൾ നമ്മൾ MG യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ് പറയുന്നത്. അപ്പോൾ മിക്ക യൂണിവേഴ്സിറ്റിക്കും എലിജിബിലിറ്റി ഇത് തന്നെയായിരിക്കും. യൂണിവേഴ്സിറ്റി അംഗീകരിച്ചതെന്ന് പറയുമ്പോൾ MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഇതാണ് കേട്ടോ. മനസ്സിലായല്ലോ. അപ്പോൾ ബി ആനിമേഷൻ പഠിക്കാൻ നമ്മൾ +2 പാസ്സായാൽ മതി, ഇത്ര % മാർക്ക് എന്നൊന്നും വേണ്ട. പക്ഷേ അതിൻ്റെ ആ ഒരു ഇത് ചെയ്യുമ്പോൾ അവരുടെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും മാർക്ക് അധികമുള്ള കുട്ടികൾക്ക് ആദ്യം കിട്ടും എന്നുള്ളതാണ്. ബി ആനിമേഷൻ്റെ കാര്യമല്ല, ഏതൊരു കോഴ്സിൻ്റെ കാര്യം. അതിപ്പോൾ ആദ്യം പറഞ്ഞേക്കണേം കൊണ്ട് അത് ഞാൻ എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഓഡിയോഗ്രാഫി ആൻഡ് ഡിജിറ്റൽ എഡിറ്റിംഗ് മോഡൽ 3. അപ്പോൾ ഈ കോഴ്സുകളെ പറ്റി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കേൾക്കാത്ത കോഴ്സുകൾ ഇതിലുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളെ പറ്റി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം തോന്നിയാലും ഇതിനെപ്പറ്റി അന്വേഷിക്കണം, ഇതിൻ്റെ സാധ്യത, ഇതുള്ള കോളേജുകൾ, ആ കോളേജുകളിൽ ഇവിടെ ഈ കോഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനാവശ്യത്തിന് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പുതിയ കോഴ്സുകളെ പറ്റി കേൾക്കുമ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാരൻസായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അറിയുന്ന ആരോടെങ്കിലുമൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് എടുക്കാനൊക്കെ ആയിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു കോഴ്സ് എവിടെയെങ്കിലും ചെയ്യണമല്ല, ഏതൊരു കോഴ്സാണെങ്കിലും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഏതൊരു കോഴ്സാണെങ്കിലും അങ്ങനെ ചെയ്യുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് ഇപ്പോഴത്തെ സാധ്യത ആയിരിക്കില്ല നമ്മളിത് കഴിഞ്ഞിറങ്ങുമ്പോൾ. ഇപ്പോൾ ഓണേഴ്സാണല്ലോ MG യൂണിവേഴ്സിറ്റിയൊക്കെ പറയുന്നത്. അപ്പോൾ 4 വർഷം കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ മാസ്റ്റേഴ്സോ അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ പോകാം, അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നോക്കണമെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ കോഴ്സുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ പറയുന്ന എനിക്കൊന്നും അറിയില്ല ഈ കോഴ്സ് നല്ലതാണോ, ഇതിങ്ങനെ എടുത്താൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കൊന്നും കൂടുതലായിട്ട് അറിയില്ല. അത് അറിയാവുന്ന ആളുകളുടെ അടുത്ത് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. പിന്നെ എക്കണോമിക്സിനും +2 നമ്മൾ ഏത് പഠിച്ചവർക്കും എക്കണോമിക്സ് എടുക്കാം. ഇംഗ്ലീഷ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഏത് പഠിച്ചവർക്ക് എടുക്കാം. ഹിസ്റ്ററി ഏത് +2 ഏത് പഠിച്ചവർക്കും ഹിസ്റ്ററി എടുക്കാം. മലയാളം ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എളുപ്പം ഉണ്ടാവും. അതില്ലെങ്കിൽ മലയാളം പഠിക്കണമെന്ന് ഇവിടെ എടുത്തൊന്നും പറയുന്നില്ല. മലയാളം പഠിക്കാതെ നമുക്ക് മലയാളം എടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ. പിന്നെ പക്ഷേ ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ഇപ്പോൾ ബോട്ടണി മോഡൽ 1 എന്ന് പറയുന്ന കോഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം എന്താണ്, +2 നിങ്ങൾക്ക് ബയോളജി പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ BSc സൈബർ ഫോറൻസിക് മോഡൽ 3 എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നോക്കിയേ, നിങ്ങൾക്ക് +2 55% മാർക്ക് ഉണ്ടാവണം എന്നൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടാവണം, അതിന് 50% മാർക്ക് ഉണ്ടാവണം. മാത്സിന് മാത്രം 50% മാർക്ക് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചില ക്രൈറ്റീരിയകളും ഉണ്ട്. അതാ പറയുന്നത്, ചില കോഴ്സിന് ചിലത് +2 ആയാൽ മതി, ചിലതിന് ഇന്ന സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ടാവണം, ചിലതിന് ഇത്ര % മാർക്ക് ഉണ്ടാവണം, അങ്ങനെയുള്ള ക്രൈറ്റീരിയകളുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ഫുൾ പറയണ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഈ ഒരു ലിങ്ക്, ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞത് MG യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ ആണ്. മിക്ക യൂണിവേഴ്സിറ്റി ഇത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് നോക്കിയാൽ മതി. ഈ ലിങ്ക് ഞാൻ കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ആ വെബ്സൈറ്റിലേക്ക് ചെല്ലും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകളും ഇഷ്ടമുള്ള കാര്യങ്ങളും ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.